ശ്രേംസ് കുമാർ ഒരു മീഡിയ ബാരൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഒരു പൊളിറ്റീഷ്യനുമാണ്, സീനിയർ പൊളിറ്റീഷ്യൻ, ഒരു പാർട്ടിയെ ഹെഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഇതിൽ ഏത് റോളാണ് ശ്രേംസ് കുമാർ എൻജോയ് ചെയ്യുന്നത്? രണ്ടും രണ്ട് വ്യത്യസ്തമായ റോളുകളാണ്. മീഡിയ എന്ന് പറയുമ്പം സ്വാഭാവിക മാതൃഭൂമിൻ്റെ മാനേജ്മെൻറ്റിലിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അച്ഛൻ പണ്ട് പറയാറുണ്ട്, പിന്നെ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആ മാതൃഭൂമിയുടെ കസേരയിൽ നിന്ന് മാതൃഭൂമി ഉണ്ടാവില്ല, മാതൃഭൂമി എം ഡി എന്ന നിലയ്ക്ക് പാർട്ടി പ്രസിഡന്റ് കസേരയിൽ നിന്ന് പാർട്ടി ഉണ്ടാവില്ല. രണ്ട് വ്യത്യസ്തമായ പ്രവർത്തന ശൈലികളാണ്. അത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അച്ഛനാണോ മോഡൽ? തീർച്ചയായിട്ടും അച്ഛൻ എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലോ പൊളിറ്റിക്സിലും. അതെ അതെ, ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിൽ. കാരണം അച്ഛനൊന്നും ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്ത ആളാണ്. വെദർ ഇറ്റ് ഈസ് സോഷ്യൽ കോസ് ഓർ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം WTA വരുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹമാണ് ആദ്യമായിട്ട് എഴുതിയത്. അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നമാണെങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ചസ്, ഇതൊക്കെ 80കൾ മുതൽ പറയുന്ന കാര്യങ്ങളാണ്. സോ അദ്ദേഹത്തിന് അത് മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അതൊരു പക്ഷേ വളരെ ആഴത്തുള്ള വായനയുടെയും അതുപോലെ തന്നെ ഈ ലോകം കണ്ട് പരിചയവും നിരവധി ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കവും എല്ലാം അതിന് ഒരു ലെഗസി ഉണ്ടായിരുന്നു, ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, വലിയ സോഷ്യലിസ്റ്റ് സ്റ്റാൾവാർഡ്സ് ഒക്കെ ആയിട്ട്. അല്ല, അതുണ്ടായതുകൊണ്ട് മാത്രമായില്ലല്ലോ. അതിൽ നമ്മൾ എന്ത് ആർജിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കഴിവുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഈ ലോകം മാറുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറൊരു ലീഗിലാണ്. അപ്പം അങ്ങനെ ഒരു ആ കഴിവൊന്നും എനിക്കില്ല. അത്യാവശ്യം വായനയൊക്കെ ഉണ്ട്, അല്ലാതെ അദ്ദേഹത്തിനെ പോലെ അത്ര ഡീപ്പായിട്ടുള്ള വായനയോ ഇല്ലെങ്കിൽ ഇതുപോലെ ഈ പ്രവചിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ ഞങ്ങളുടെ ശൈലിയും വ്യത്യസ്തമാണ്. ഓഫ് കോഴ്സ് ഈസ് മൈ മോഡൽ. അത് അച്ഛനും നിർബന്ധമായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു ലെഗസി ഉണ്ടെങ്കിലും എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഞാൻ ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ ശ്രദ്ധിച്ചത് ഞാനായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഐ വാസ് നോട്ട് മോൾഡഡ്, ഐ വാസ് റാദർ ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ. ഗ്രൂം ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങനെയല്ലോ മറ്റേ അങ്ങനെ ആയിരിക്കണം അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ മുമ്പിൽ ഓരോ ചാലഞ്ചസ് തരിക ഉണ്ടായത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അതിൽ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നല്ലാതെ ഒരു ഓവർ ബെയറിങ് പേഴ്സണാലിറ്റി എന്ന് പറയില്ല, അങ്ങനെയല്ല, ഇങ്ങനെ ഒരു അതല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം പറഞ്ഞു തരുന്ന രീതി അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. സാധാരണ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് അല്ല അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ടേബിളിലിരിക്കുമ്പം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാനൊരു സംഗതി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിശദീകരിച്ച് തരുന്ന രീതി അതെനിക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ, അല്ലാതെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയുടെ സംശയമില്ല. ശ്രേംസ് കുമാർ വളരെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പൊളിറ്റിക്സിലേക്ക് വരുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഇലക്ട്രൽ പൊളിറ്റിക്സ് അതിന് മുമ്പ് തന്നെ ഞാൻ ചെറുപ്പത്തിനുണ്ട്. ഞാൻ 82-ലാണ് ദേവഗിരി കോളേജിൽ ചേർന്നത്. അന്ന് ഞാൻ അവിടെ പാർട്ടിയുടെ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ഷനിൽ അവിടെ ആൾക്കാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. എന്നാണോ മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രായം വന്നത് അന്ന് മുതൽ ഞാൻ മെമ്പറാണ്. എൻ്റെ വാർഡിൽ നിന്ന് കൗൺസിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഇലക്ഷനിൽ. അങ്ങനെ പിന്നെ ഞാനറിയാതെ യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഞാൻ ഇന്ന് കേരളത്തിലില്ലായിരുന്നു. പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി. പിന്നീടാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ 35-ാം വയസ്സിലല്ല, പക്ഷേ ഒരു പക്ഷേ നിങ്ങളെന്നെ രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ടാവുക സമയത്തായിരിക്കും വിസിബിലിറ്റി വരുന്നത്. കേരളത്തിലെ ഒരു എസ്റ്റിമേഷനിൽ ഇറ്റ് വാസ് റാദർ എയർലി ഒരാൾക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ആൻ്റണിയുടെ ഒക്കെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഒരു മാനേജ്മെൻറ്റ് അത് മച്ചൻ ഗ്രൂം ചെയ്തതാണോ? അത് ഞാൻ പറഞ്ഞു. അതെനിക്ക് പിന്നെ 77 ഞാൻ വളരെ ചെറുതാണ്. എനിക്ക് 9 വയസ്സ് മറ്റേ ഉള്ളൂ. 77 ഇലക്ഷൻ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട്. ആ സമയത്തും
ഈ ചില വീടുകൾ കയറി ഇറങ്ങിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ 87-ലാണ് അച്ഛൻ രണ്ടാമതും കൽപ്പറ്റയിൽ മത്സരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വളരെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ അതുപോലെ 91, പിന്നെ 96, 98, 99, 2004, 2006 ഞാൻ മത്സരിച്ചു, 11, 16. അപ്പം നിരവധി ഇലക്ഷൻ മാനേജ് ചെയ്തിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. യു ആർ റണ്ണിങ് 57, 58, ഐ വിൽ ബി 59. അപ്പോൾ ഈ ചുരുങ്ങിയ പ്രായത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഇലക്ഷനുകളെ നേരിട്ടിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്, അതേ നമ്പറിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പക്ഷേ ഒരു കൽപ്പറ്റ സെൻറ്റേഡ് ആയിരുന്നു ഈ മത്സരങ്ങളൊക്കെ, ഇലക്ട്രൽ പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ കൽപ്പറ്റ പോലെ ഒരു സ്വന്തം നാട്, ജനിച്ച സ്ഥലം, അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തെ കൾച്ചർ ചെയ്തെടുത്ത് കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? അതിനൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. 52-ലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്, സോഷ്യൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അന്ന് മുതൽ തന്നെ ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ നിങ്ങൾ ചോദിച്ചില്ല എന്താ കൽപ്പറ്റ മാത്രം എന്നുള്ളത്, അത് അച്ഛനും എൻ്റെ ഗ്രാൻഡ് ഫാദർക്കും ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് അംഗീകാരമെല്ലാം വേറെ സ്ഥലത്ത് പോയി അംഗീകാരം നേടുന്നതിൽ ശരിയില്ല എന്നുള്ളത്. അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും കൽപ്പറ്റ വിട്ട് വേറൊരു മത്സരത്തിന് അദ്ദേഹം 2 തവണയാണ് അവിടെ പിന്നെ അസംബ്ലിക്ക് മത്സരിച്ചത്, 77-ലും 87-ലും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിഡോമിനൻ്റ്ലി കൽപ്പറ്റ ഒരു UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അച്ഛൻ 87-ൽ മത്സരിക്കുമ്പോൾ 12,000 വോട്ടിന് UDF ജയിച്ചു. അതിൻ്റെ മുമ്പ് 80-ൽ ജനകീയ മുന്നണി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി, അന്ന് കോൺഗ്രസിൻ്റെ കൂടിയായിരുന്നു. അന്ന് കമലത്തെ അവിടെ മത്സരിപ്പിച്ച് ജയിച്ചു. അതിനുശേഷം 82-ൽ കമലം അവിടെ 13,000 വോട്ടിന് ജയിച്ചു. 87-ൽ അച്ഛൻ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി. അങ്ങനെ ചെറിയൊരു കാലയളവിലാണ് അങ്ങനെ ഒരു ഇതുണ്ട് വന്നത്, അന്നൊരു ദ്വയാംഗത്തിൻ്റെ പ്രശ്നത്തിലൊക്കെ. അന്ന് 18,000 വോട്ടിന് അദ്ദേഹം ജയിച്ചു. പിന്നീട് അദ്ദേഹം കൽപ്പറ്റ മത്സരിച്ചിട്ടില്ല. 2006-ലാണ് ഞാൻ മത്സരിക്കുന്നത്. അതന്ന് അന്നത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന PA മുഹമ്മദ് അടക്കമുള്ള ആൾക്കാരുടെ വാത്സല്യത്തോടു കൂടിയുള്ള നിർബന്ധം കൊണ്ടാണ്. ഞാനത് തയ്യാറായിരുന്നില്ല. അപ്പോൾ 2001-ൽ 17,000 വോട്ടിന് തോറ്റ മണ്ഡലമാണ്. അതാണ് 1800 വോട്ടിന് ഞാൻ ജയിക്കുന്നത്. 2011-ൽ കൽപ്പറ്റയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചു. 14 രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയാണ് അവിടെ തോൽക്കാനുണ്ടായത്. പക്ഷേ അപ്പോഴും ഒരു UDF-നൊരു മുൻകൈയുള്ള മണ്ഡലമാണ്. 2021-ൽ മത്സരിക്കണമെന്ന് ഞാൻ തയ്യാറായിരുന്നില്ല. അന്ന് ചെറിയ വോട്ടിന് തോറ്റു. അതിനും കാരണങ്ങൾ പലതുണ്ട്. പിന്നെ ഞാൻ ഇലക്ഷന് മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. നേച്ചർ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പം വന്നില്ല. കാരണം ഇപ്പം കൽപ്പറ്റയുടെ നിങ്ങൾ വികസന പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെയല്ല പണ്ട് കാലത്ത്. ഇപ്പോൾ കൽപ്പറ്റയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ കൽപ്പറ്റയിലെ അവിടെ ഏത് വന്ന സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ അവിടെ ഇപ്പം തന്നെ കൽപ്പറ്റ ടൗണ്, ഞങ്ങളുടെ വീട് മുതൽ പിന്നെ ആനപ്പാറ വരെ ഗ്രാൻഡ് ഫാദർ കൊടുത്ത സ്ഥലമാണ്. അതിൽ 80% സൗജന്യമായി കൊടുത്തതാണ്. പിന്നെ വയനാട് ജില്ല വരുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ ജില്ല വന്നപ്പം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ ആയിരിക്കണം എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ പിന്നെ ട്രസ്റ്റിൻ്റെ കല്യാണ മണ്ഡപം അന്ന് കളക്ട്രേറ്റിന് നൽകി. വയനാടിൻ്റെ മൊത്തത്തിൽ വികസനത്തിലും ഞങ്ങളതായിട്ടുള്ള പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ കൽപ്പറ്റ ശ്രേയാംസ് കുമാറിനെ ഡിസോൺ ചെയ്തത്? ഞാൻ പറഞ്ഞില്ല, 2016-ലെ കാരണം വേറെയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിന് ചെറിയ പ്രതിഫലനം 2021-ലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ എന്നും ഒരു UDF മുൻതൂക്കമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 2016 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൽപ്പറ്റ ചരിത്രത്തിൽ UDF ഇല്ലാതെ ആരൊക്കെ ജയിച്ചു എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ജനങ്ങളുടെ വേർഡിക്റ്റ് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ പോരായ്മ ഉണ്ടാവും. അതിപ്പം ഇല്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. എൻ്റെ പോരായ്മ ഉണ്ടാവാം. അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പോൾ ഈ 2 തോൽവികൾ കോൺസിക്യൂട്ടീവായിട്ട് വരുന്നുണ്ട്, 2016-ലും 2021-ലും. ഈ തോൽവികളാണോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇടാൻ ശ്രേയാംസിന്? അല്ല, തോൽവി പേടിച്ച് പിന്മാറുന്ന ആളൊന്നുമില്ല ഞാൻ. കാരണം ജീവിതത്തിൽ അങ്ങനെ ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് മാറി നിൽക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാനെപ്പോഴും അത് പിന്നെ രാഷ്ട്രീയത്തിലാണ്, ജീവിതത്തിലാണ്, ബിസിനസ്സിലാണെങ്കിലും റിസ്ക് എടുക്കാനുള്ള ആപ്പിറ്റൈറ്റ് എനിക്കുണ്ട്. പിന്നെ ഒരു
പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടുന്ന ആളല്ല, അത് ഹെഡ് ഓൺ നേരിടുന്ന ഒരാളാണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ 4 തവണ മത്സരിച്ചു. നമ്മളെ പാർട്ടിയിൽ മറ്റുള്ളവർക്ക് ചാൻസ് വേണ്ടേ? ഇപ്പം പാർട്ടിക്കാരെ കൊണ്ട് ഞാൻ അവർ പ്രാർത്ഥിക്കണോ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, എന്നാലേ നമുക്ക് മത്സരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ യു ഷുഡ് ഡ്രോ എ ലൈൻ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം. എവിടെയെങ്കിലും വെച്ച് നമ്മൾ അതിനൊരു പരിധി നമ്മൾ തന്നെ നിശ്ചയിക്കണം. അപ്പോൾ അത് ഞാൻ നിശ്ചയിച്ചു. ഞാനത് 2016 ഞാൻ പറഞ്ഞാൽ ഞാൻ ഇനി നിൽക്കില്ല, പക്ഷെ അന്ന് നിൽക്കേണ്ടി വന്നു. 2021 ഞാൻ പറഞ്ഞാണ് ഇനി ഞാനില്ല, പക്ഷേ പാർട്ടിക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി നിൽക്കേണ്ടി. ഇത്തവണയും ആ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. വളരെ എന്താ പറയുക, സ്നേഹപൂർവ്വം നമ്മളെ പാർട്ടിയും അതുപോലെ CPM-ൻ്റെ നേതാക്കളും മത്സരിക്കണമെന്ന് അവർ പറഞ്ഞു. കാരണം നമുക്ക് സീറ്റ് പിടിച്ചെടുക്കണം, അതിന് നിങ്ങളമ്മ കുറേയും കൂടി അങ്ങനെയൊന്നുമില്ല, ഞാനാകുമ്പം പ്രത്യേക സാധ്യതയൊന്നുമില്ല. പക്ഷേ അത് ഞാൻ അങ്ങനെ നിരസിച്ചല്ല, വളരെ അവരോടുള്ള എന്താ പറയുക ബഹുമാനത്തോടു കൂടി ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ പാർട്ടിയിൽ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കേണ്ട ചുമതല പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കാണ്. ഓക്കെ, ബട്ട് ഏജ് ഫാക്ടർ വെച്ചിട്ട് ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് ടു ഏർലി ടു റിട്ടയർ ഫ്രം